സിദ്ധാർത്ഥന്റെ മരണത്തിൽ അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ താനും അവിടെ പോയിരുന്നുവെന്ന് സ്ഥിരീകരിച്ച CPM സംസ്ഥാന കമ്മിറ്റി അംഗം CK ശശീന്ദ്രൻ പ്രതികളിൽ ചിലരുടെ രക്ഷിതാക്കളെ അറിയാമായിരുന്നതായി CK ശശീന്ദ്രൻ പറഞ്ഞു. ശശീന്ദ്രൻ പോയത് വലിയ തെറ്റാണെന്ന് IC ബാലകൃഷ്ണൻ MLA ആരോപിച്ചു. പ്രതികൾക്ക് CPM സഹായമുണ്ടെന്ന് സിദ്ധാർത്ഥന്റെ കുടുംബവും ആരോപിച്ചു. പ്രതികൾക്കും അവരുടെ മാതാപിതാക്കൾക്കുമൊപ്പം കോടതിയിൽ പോയത് വിവാദമായതോടെയാണ് വിശദീകരണവുമായി CK ശശീന്ദ്രൻ രംഗത്ത് വന്നത്. പ്രതികളിൽ ഒരാളുടെ രക്ഷിതാവുമായി ലോഹ്യം പറഞ്ഞു പോയതല്ലാതെ ജാമ്യത്തിനുവേണ്ടി ഒരു തരത്തിലും ഇടപെട്ടിട്ടില്ലെന്ന് ശശീന്ദ്രൻ പറഞ്ഞു. മറച്ചുവെക്കാനൊന്നുമില്ലെന്നും മുൻ MLA CK ശശീന്ദ്രൻ വ്യക്തമാക്കി. നിയമപരമായ നടപടി സ്വീകരിക്കുന്ന പൊതുവേടാണ്, രഹസ്യ സ്ഥലമൊന്നുമല്ല അത്. ആ രക്ഷകർത്താക്കൾ ചില ആൾക്കാർ അവിടെ പരിചയത്തിന് മുകളിലും മറ്റു കാര്യങ്ങളും വിളിച്ചിരുന്നു. കുട്ടികളെ നമുക്കറിയില്ല. രക്ഷകർത്താവിനെ കണ്ടപ്പോൾ ലോഹ്യം പറഞ്ഞ് തിരിച്ചുപോയി എന്നല്ലാണ്ട് വേറെ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല അവിടെ. CK ശശീന്ദ്രൻ ഒരു കാരണവശാലും കോടതിയിൽ പോകാൻ പാടില്ലായിരുന്നുവെന്ന് MLA IC ബാലകൃഷ്ണൻ പ്രതികരിച്ചു. ഈ പ്രതികളെ അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയപ്പോ അദ്ദേഹം പോയതാണ് ഏറ്റവും വലിയ തെറ്റ് ചർച്ചയാകാനുള്ള കാരണം. അദ്ദേഹത്തെ വ്യക്തിപരമായിട്ടല്ലല്ലോ പറഞ്ഞു. അദ്ദേഹം ഇന്നൊരു പോസ്റ്റിലിരിക്കുന്ന മുൻ MLA പ്രതികൾക്ക് വേണ്ടി ആയിരിക്കുമല്ലോ അദ്ദേഹം അവിടെ പോയിട്ടുള്ളത്. അല്ലാതെ വെറുതെ എന്തിനാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ പോകുന്നത്? അന്വേഷണത്തിന്റെ തുടക്കം മുതൽ പ്രതികൾക്ക് CPM സംരക്ഷണം ഒരുക്കുന്നുവെന്ന് സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് ആരോപിച്ചു. ഇവർ സംരക്ഷിക്കില്ല എന്ന് ആദ്യമേ പറഞ്ഞല്ലോ. സംരക്ഷിക്കില്ല എന്ന് പറഞ്ഞെങ്കിൽ എന്തിനാ നേതാവ് അവിടെ പോയത്? മജിസ്ട്രേറ്റിനവിടെ എന്തിനാ നേതാവ് പോയത്? സംരക്ഷിക്കില്ല എന്ന് പറഞ്ഞാൽ അവരങ്ങ് വിട്ടേക്കണം. എത്ര വലിയ SFI നേതാവാണെങ്കിൽ അവരങ്ങ് വിട്ടേക്കുക, അവരങ്ങ് നോക്കിവിട്ടെ. അവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കിവിട്ടെ. അങ്ങനെ ഒരു നിലപാട് എന്തുകൊണ്ട് അവരെടുത്തില്ല? മീഡിയ 1 തിരുവനന്തപുരം.